എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ കന്നഡക്കാരുടെ ഉഴുന്നുവട, അതായത് കർണാടക, അത് ഭയങ്കര ഫേമസാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. 8 മണിക്കൂർ വെള്ളത്തിലിട്ടതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ എടുക്കുക. അതുപോലെ നന്നായിട്ട് കുതിർന്നതാണ് ഇത് കേട്ടോ. അപ്പം അത്ര നന്നായിട്ട് ഇത് കുതിരണം. ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഞാനൊരല്പം തണുത്ത വെള്ളം ഒഴിക്കുന്നേ. വെള്ളം നോക്കി നോക്കി ഒഴിച്ചാൽ മതി, ഒത്തിരി കൂടിപ്പോകണ്ടല്ലോ. ആദ്യം ഞാനിതൊന്ന് പൾസിലാണ് ചെയ്യുന്നത്. അതാദ്യം ഒരുവിധം ഒന്ന് ചതച്ചതിന് ശേഷം നമുക്ക് അരയ്ക്കാം. അത് പിടുത്തം വരുന്നതനുസരിച്ച് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചെന്നിട്ട് നമുക്കങ്ങ് അരയ്ക്കാം. അതപ്പോൾ നമ്മൾ ആവശ്യമുള്ള പോലെ തുള്ളി വെള്ളം ഒഴിച്ച് അരയ്ക്കാവൂ. ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതിപ്പം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പാത്രത്തിനകത്തോട്ട് എടുത്ത് വെക്കാം. ഇതിന് കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം ഞാൻ ഇട്ടേക്കാം, ഇൻഗ്രീഡിയൻസിനകത്ത് ഇടാം. അപ്പോൾ അത് നോക്കി നിങ്ങളങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ റെസിപ്പി, ഭയങ്കര ഫേമസുമാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റി പിടിക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ 2 സ്പൂൺ അരിപ്പൊടി ഇതിനകത്തേക്ക് ഇടാം. അത് ക്രിസ്പി ആകാനായിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഇത് പച്ചമുളകാണ്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഇത് കറിവേപ്പില. പിന്നെ ഇത് മല്ലിയില കുറച്ചിട്ടാൽ മതി, എല്ലാം കുറച്ചിട്ടാൽ മതി. പിന്നെ ഇത് അവർ സ്പെഷ്യലായിട്ട് ഇടുന്നൊരു സംഭവമാണ് തേങ്ങാക്കൊത്ത്. അത് ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, നമുക്കിഷ്ടമുള്ള പോലെ ഇടാം അത്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, കുരുമുളക്, ബ്ലാക്ക് പെപ്പർ. പിന്നെ അതിനകത്ത് വേണ്ടത് ഉപ്പ്. അത് നമ്മൾ ആവശ്യത്തിന് ഏകദേശം 1.5 ഇട്ടു. അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇടുക. കായം, ഇതൊരല്പം, ഒരു 1/2 ടീസ്പൂൺ കായം. ഇനി നമുക്കിത് നന്നായിട്ട് കുഴയ്ക്കണം. അതിന് മുമ്പുണ്ടല്ലോ, നമ്മൾ കൈ നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കണ്ടോ, ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം. ഇതിൽ കൂടുതൽ വെള്ളമായി പോകാൻ പാടില്ല. കാരണം നമ്മൾ കോരി ഒഴിക്കുമ്പോഴേ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കോരി ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കയ്യിൽ ഇങ്ങനെ കോരാനായിട്ട് കിട്ടണം. ഇതിന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഉപ്പുണ്ട്. ഞാൻ പിന്നെ ഉപ്പിട്ടാൽ കുറഞ്ഞു പോകാറില്ല, മുന്നോട്ട് പോയെങ്കിലേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി കേട്ടോ, ഇഞ്ചി. അയ്യോ, അത് പ്രധാനമാണേ, അത് ഞാനങ്ങ് വിട്ടുപോയി. നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം ഞാൻ വറക്കാനുള്ള ചട്ടി വെച്ചു, തീ കത്തിച്ചു. ഈ ചട്ടി ചൂടാകുമ്പോൾ വേണം നമ്മൾ എണ്ണ ഒഴിക്കാൻ. വറക്കാൻ കുറേ എണ്ണ വേണമല്ലോ ഏതായാലും. അപ്പോൾ എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വേണം നമ്മളിതെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മാവ് എടുത്തു, ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കുഴിച്ച് അങ്ങിടുക. ഇത് ചെറിയ ചട്ടിയാണ്, ഞാനൊരു 3 വെച്ച് ഇടുന്നുള്ളൂ. അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒരേ സൈസിലൊന്ന് കളറാക്കി എടുക്കണം നമുക്ക്. അതുപോലെ തന്നെ വലിയ തീയിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അകം വേഗത്തില്ല. അപ്പോൾ അതുകൂടെ ശ്രദ്ധിച്ച് ഒരു മീഡിയം, എണ്ണ ചൂടായി കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ ഒരു മീഡിയത്തിൽ പിന്നെ തീ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കോരാൻ എളുപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ തവി അങ്ങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ കോരി എടുക്കാനും എളുപ്പമുണ്ടല്ലോ, ഒന്നിച്ചിങ്ങ് കോരിയെടുക്കാം. അപ്പോൾ ഒരുപോലെ അത് ശരിയാവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കാം. ചിലരുണ്ടല്ലോ ഇങ്ങനെ പകുതി ആകുമ്പോൾ ഇതിങ്ങ് കോരിയെടുക്കും. എന്നിട്ട് ബാക്കിയെല്ലാം വറക്കാനുള്ളതെല്ലാം വറുത്തതിന് ശേഷം പിന്നെ ആദ്യം തൊട്ട് ഇതൊന്നുകൂടെ ചെയ്യും. അത് ഞാൻ ചെയ്യുന്നില്ല ഇപ്പോൾ, അങ്ങനെ സമയം ഇച്ചിരി കുറവായതുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആദ്യം വേകുന്ന ഉടനെ പകുതി വേകുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അത് വെളിയിലിരുന്ന് ആവി കൊണ്ട് തന്നെ ബാക്കി വേകും. എന്നിട്ട് പിന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മൊരിയും. അതാണ് അതിൻ്റെ അകത്ത് ടെക്നിക്ക്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ടത് മൊരിഞ്ഞ് വരട്ടെ. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. അതായത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒക്കെ ഇടുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. എനിക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് പോസ്റ്റ് ചെയ്യാം. ഈ തവി കൊണ്ട് തന്നെ ഇങ്ങനെ മുക്കി കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് മേളിവശം ഇങ്ങനെ പൊങ്ങിക്കിടക്കാതെ അതും
ഉള്ള സമയം കൊണ്ട് പെട്ടെന്ന് ചൂടാകാനായിട്ട് സഹായിക്കും. ഇതിപ്പോൾ എൻ്റെ കണക്കിന് മൂത്തിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി എനിക്ക്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ചുമക്കണമെങ്കിൽ അത് വെക്കാം. അപ്പോൾ ഞാൻ ഇനി തീ അങ്ങ് കുറയ്ക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ടല്ലോ വെള്ളം പിടിക്കത്തില്ല, എണ്ണ പിടിക്കത്തില്ല. അതുകൊണ്ട് ഔട്ട്സൈഡ് നല്ല ഇച്ചിരി ഒരു ഹാർഡ് ആൻഡ് ക്രിസ്പി ആയിട്ടിരിക്കും. എന്നാൽ അകമാണെങ്കിൽ നല്ലപോലെ വേവുകയും ചെയ്യും. ഇതിന് ഞാൻ 2 നാഴിയാണ് ഇത് എടുത്തിരുന്നത്. അപ്പോൾ ഞാനിതിന് 2 ടേബിൾ സ്പൂൺ ഹീപ്ഡ് സ്പൂൺ ഓഫ് അരിപ്പൊടി, ഇതും നമ്മുടെ കണക്കിന് മൂത്തിട്ടുണ്ട്. ഇതിനി എടുക്കാം. നമ്മുടെ കന്നഡ സ്റ്റൈല് ഉഴുന്നുവട റെഡിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കേരള സ്റ്റൈൽ നല്ല വറ്റൽമുളക് വെച്ചരച്ച ചമ്മന്തിയും റെഡിയാണ്. ഇത് രണ്ടും ഉണ്ട്. ഇനി ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് കവി ചോദിച്ച പോലെ ഈ ചട്നിയും കൂടെ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ചേർത്ത് ഇങ്ങനെ പിടിച്ചാലുണ്ടല്ലോ നല്ല ക്രിസ്പി ക്രഞ്ചിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ്. ആൻഡ് യു സ്റ്റേ സേഫ്.